ഹായ്, അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ രാവിലെ ദോശയും ചട്നിയായിരുന്നു. അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു. അത് വെച്ച് കുറച്ച് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയാകുമ്പോൾക്ക് ഇന്ന് ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി അപ്പോൾ നമ്മൾ ബിരിയാണീൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതൊക്കെ ക്ലീനാക്കി കഴുകിയെടുത്ത് ഇനി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഉള്ളി, തക്കാളി നന്നായിട്ട് ചെറുതാക്കി എരിഞ്ഞെടുക്കുക. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് ചതച്ചെടുക്കുക. എന്നിട്ട് ചെമ്മീൻ വറുക്കാനിട്ടു. നേരത്തെ മസാല ആക്കി വെച്ച ചെമ്മീനായിരുന്നു, അത് വറുക്കാനെടുത്തു. അങ്ങനെ ബിരിയാണീൻ്റെ പണികളൊക്കെ ഒതുങ്ങി നമ്മൾ കിച്ചണൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് റൂമിലോട്ട് വന്നു. റൂമിൽ കുറച്ച് തുണിയൊക്കെ മടക്കി ഒതുക്കി വെക്കാനുണ്ടായിരുന്നു. ആ വക പണികളൊക്കെ തീർത്തു. അങ്ങനെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ക്ലീനിങ്ങും കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു കേട്ടോ. ഇക്ക ഡ്യൂട്ടി കഴിഞ്ഞ് വന്നായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചോറ് കഴിച്ചു. പിന്നെ വൈകുന്നേരത്തേക്ക് കുറച്ച് സ്നാക്സൊക്കെ ആക്കിയിരുന്നേ.
അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞു. രാത്രിയിലോട്ട് കുറച്ച് മീനുണ്ടായിരുന്നു. ശേരി എന്ന് പറയുന്ന മീനാണ്, നമുക്കിവിടെ കിട്ടുന്നതാണ്. ഞാൻ ബാൽക്കണിയിൽ നട്ടുപിടിപ്പിച്ച മുളകിന്ന് ഫസ്റ്റായിട്ടാട്ടോ പൊട്ടിക്കുന്നത്. 3 മുളക് കിട്ടി. അതും കുഞ്ഞുള്ളിയൊക്കെ അരച്ചിട്ട് ഒരു മസാല ഉണ്ടാക്കി, അതാണ് മീനിൽ പുരട്ടിയത്. അത് വെച്ചിട്ടാട്ടോ മീൻ ഉണ്ടാക്കിയത്. അത് ചുട്ടെടുക്കല്ല, അത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുക ചെയ്യുന്നത്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതാണ് മസാല തേച്ച് വെച്ചതിന് ശേഷം കുറച്ച് സമയം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ അത് ഫ്രൈ പാനിലിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് മറിച്ചിട്ട് വറുത്തെടുക്കുക. സാധാരണ മീൻ വറുക്കുന്ന പോലെ തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. നല്ല ടേസ്റ്റാട്ടോ ഈ മീൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ മീനൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ നേരെ വന്നത് നമ്മളടുത്തൊരു ഫ്ലോർ മില്ലുണ്ട് കേട്ടോ. നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഇവിടെ കുറച്ച് നല്ല ഇക്കന്മാരുണ്ട്. സത്യത്തിൽ ഉണ്ണിയപ്പവും ചായയൊക്കെ ഞാൻ റെഡിയാക്കിയത് ഇവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. ഇവിടെ ഇവരടുത്ത് വന്നിരുന്ന് കുറേ നേരം സംസാരിക്കാറുണ്ട്. ഞാനും ഇക്ക മക്കളും കൂടി ചായയും പലഹാരമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. മാഷാ, നമ്മളെ പെങ്ങളും കുട്ടിയും കൂടി ചായ കണ്ടില്ല നിങ്ങള്, കിടുകാച്ചി ചായ, ഏലക്കായൊക്കെ ഇട്ട് ചായയും നല്ല കുയ്യം. ഇങ്ങനെ വന്ന് ഇവരുടെ അടുത്ത് കുറച്ച് സമയമൊക്കെ സംസാരിച്ചിരുന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ തന്നെ എത്തിയിട്ടോ. അവരുടെ അടുത്ത് പോയി വന്നതിന് ശേഷം കേട്ടോ സത്യത്തിൽ ഞാൻ മീനൊക്കെ മസാല വെച്ച് പോയതായിരുന്നു. അവരുടെ അടുത്ത് പോയി തിരിച്ചെത്തിയതിന് ശേഷമാണ് ഞങ്ങൾ മീനൊക്കെ വറുത്തെടുത്ത് ഫുഡ് കഴിച്ചത്. ഇന്നത്തെ ഡിന്നർ ഇതായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാഹ് അങ്ങനെ നല്ലൊരു ദിവസം അവിടെ തീർന്നിരിക്കുകയാണ്. ഇതുപോലെ നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.